ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുള്ള ചെമ്മീനാണ്. അപ്പോൾ അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കുക. ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ള മീനാണ് ഇട്ടത്. അപ്പോൾ അതിൻ്റെ എണ്ണയിലോട്ട് തന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ എണ്ണയിൽ തന്നെ ഉള്ളി വാട്ടിയെടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടിക്കോളും. ചെമ്മീൻ്റെ ആ രുചിയൊക്കെ അതിൽ ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളി നല്ല വഴന്ന് വന്നതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. അത് തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ 2 മുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനിടയിൽ ഞാനിവിടെ ചോറ് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്തെടുത്തിട്ടുണ്ട്, ഊറ്റിയെടുത്തിട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ ചട്ടി മാറ്റിയിട്ടോ മസാലേൻ്റെ. അത് ഞാൻ വലിയ ചട്ടി എടുത്തിട്ടുണ്ട്, ചെമ്പ് എന്ന് പറയാം. അതെടുത്ത് അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ആവശ്യത്തിന് ഒഴിച്ചോളൂ. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാനുണ്ട്. അത് ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. ചെമ്മീനൊക്കെ നല്ലതായി വരണ്ടേ. എന്നിട്ട് അതിലേക്ക് ഇത്തിരി കൂടെ ഗരം മസാല ഇട്ടിട്ടുണ്ട്, ചപ്പ്, കരിവേപ്പ്, പുതിനയില അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാനായി തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് ചോറെടുക്കാം. ചോറിൽ ഞാൻ നെയ്ച്ചോറിൻ്റെ അങ്ങനെ എന്തോ പറയുമല്ലോ, അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ ഇട്ട് കൊടുത്ത് ദമ്മിലിടാണ് കേട്ടോ. അപ്പോൾ ദമ്മിലിട്ട് കുറച്ച് നേരം നിൽക്കട്ടെ, എന്നിട്ട് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.